എല്ലാവർക്കും നമസ്കാരം. കണവ അല്ലെങ്കിൽ കൂന്തലൊക്കെ പീര വറ്റിച്ച് ബാക്കിയുള്ള മീനുകൾ പീര വറ്റിക്കുന്നത് പോലെ വറ്റിച്ച് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ചോറിന് കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏകദേശം 1/2 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 300 ഗ്രാം ഉണ്ടാവും. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ ചെറുതായി അരിഞ്ഞെടുക്കാം. കണവ അല്ലെങ്കിൽ കൂന്തലൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നേ പ്രഷർ കുക്ക് ചെയ്ത് വേവിക്കുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയോ അല്ലാത്തതോ എടുക്കാം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കണവ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചാൽ കണവ അത്യാവശ്യം നന്നായി വെന്ത് കിട്ടും. വിസിലടിച്ച് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മുഴുവൻ പ്രഷറും പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കുക. കണവ പീര വറ്റിക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റ് ആയതോ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ റോസ്മെല്ല് പോയതിനു ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ അല്ലെങ്കിൽ കണവ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളം ഇല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. കണവ അല്ലെങ്കിൽ കൂന്തൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് നന്നായി ചൂടൊക്കെ പിടിച്ചതിലേക്ക് ഒരു കൊടംപുളി വെള്ളത്തിൽ കുതിർത്തിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളത്തിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുള്ള കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരുപാട് പുളി ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കൊടംപുളിയുടെ ടേസ്റ്റും വേണം. അപ്പോൾ അതിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപടിയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആ ഒരു കണവ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അടച്ച് വെച്ച് 5 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണവ ഓൾറെഡി വെന്തതായിരിക്കും. ഇതുപോലെ അടച്ച് വെച്ച് തേങ്ങയുടെ ഒക്കെ കൂടെ വേവിക്കുമ്പോൾ ആ ഒരു പുളിയുടെ ടേസ്റ്റും അതുപോലെ കണവ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഒരുപാട് ഹാർഡായൊന്നും പോവില്ല. വളരെ ചെറിയ തീയിലാണ് 10 മിനിറ്റ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു വെള്ളമൊക്കെ വറ്റി നല്ലൊരു കറക്റ്റ് ഒരു പീര വറ്റിച്ചതിൻ്റെ കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നാലും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൊടുത്ത വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇത് അടച്ചു വെക്കുക. 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി വെള്ളം വറ്റി തോന്നുന്നവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. 10 മിനിറ്റിന് ശേഷം ഇത് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. നല്ലൊരു സീ ഫുഡ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.